ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ളൊരു കുത്തിക്കാച്ചി ഇതാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. മുട്ടയൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ണികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കറിയൊന്നായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നമുക്ക് എത്ര മുട്ട വേണം അതിനനുസരിച്ച് മുട്ട ഇടുക. കുറച്ച് വെള്ളം ഒഴിക്കുക. മുട്ടയുടെ ഒപ്പം തന്നെ ആവട്ടെ കേട്ടോ വെള്ളത്തിൻ്റെ അളവ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം. ഇത് സാധാരണ മുട്ട പുഴുങ്ങിയെടുക്കില്ല, അതുപോലെ തന്നെ പുഴുങ്ങിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഇതുപോലെ കിടന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട കുത്തിക്കാച്ചി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 20ഓളം ചെറുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കണം ആദ്യം. അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള എടുക്കുക കേട്ടോ. പകരത്തിന് സവാള അരിഞ്ഞെടുത്താൽ മതി, ചതച്ചെടുക്കണ്ട, ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ചുവന്നുള്ളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലത്തെ ചൂടുവെള്ളം കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ച് മുട്ടത്തോട് പൊളിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിലത്തെ ചൂടുവെള്ളം മാറ്റിയിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാനായി നോക്കുകയാണ്. അപ്പോൾ തൊണ്ട് പൊളിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ട കുത്തിക്കാച്ചി ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം മൂത്ത് വരണം, അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കുത്തി പൊടിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ മുളക് പൊടി മൂത്ത് വരണം, അതുവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ 4 ആക്കിയിട്ട് അരിഞ്ഞെടുത്തു മാത്രം. ഇതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം, വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, അങ്ങനെ പല രീതിയിൽ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മുട്ട കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഉണ്ണികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കുന്നതായിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.